2, 1. വെപ്രാളം വേണ്ട, വെപ്രാളം വേണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. മക്കളെ ഐഷു, നിന്റെ ഉള്ളിലെ ആ കാട്ടുമൃഗത്തെ വലിച്ച് പുറത്തിട്. എന്റെ മോളെ പതുക്കെ കളിച്ചാ മതി. അന്നത് ബാക്കിലേക്ക് ഇട്. നിങ്ങൾക്ക് റേഷൻ കടയിൽ മണ്ണെണ്ണ പാട്ട് എടുത്ത് ശീലമുണ്ട്. നീ നോക്കണേ. അല്പക്കട ഫ്രണ്ടിലോട്ടോ. മതി മതി മതി. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ മണ്ണെണ്ണ പാട്ട് എടുക്കും. അതെ റേഷൻ കടയിൽ കൊടുക്കും. ശരി. ലാസ്റ്റ് ഞാനും അനുവാണ് യാത് വാക്കെടുക്കണ. അയ്യോ പോട്ടോ എടുക്കുന്നത് പോലെ. അങ്ങനെ അങ്ങനെ. നമ്മളെ കോപ്പി അടിച്ചിരിക്കുകയാണ്, നമ്മളെ കളി കോപ്പി അടിച്ചിരിക്കുകയാണ്, നമ്മളെ കളി കോപ്പി അടിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട്. പോട്ടെ മണ്ണെണ്ണ പാട്ട് എടുക്കുന്ന പോലെ. ഈശ്വര ഇവിടുത്തെ സാധനം മക്കളെ ചാനലിലേക്ക് കോപ്പി അടിക്കാം. അപ്പൊ ചാനലിലുള്ളവർക്ക് കോപ്പി അടിക്കാൻ പാടില്ലേ? നിങ്ങൾ ഇത് കാണുക. ഫ്രണ്ട് സ്ഥലം കിടക്കുന്നു നോക്ക്. അത് നീ വാങ്ങിയിട്ടോ സ്ഥലവും. വെരി ഗുഡ്. ഈശ്വര അത് വാക്കെടുക്കണ ദൈവമേ. ഞാൻ ഫ്രണ്ടില് നിന്റെ പൊന്നെ തൊല എന്റെ കുട്ടികൾ കളിച്ചു വെച്ചത് നശിപ്പിക്കും. അയ്യോ സുധീർണ ഫ്രണ്ടി വാ, സുധീർണ ഫ്രണ്ടി വാ. സുധീർണ ഫ്രണ്ടിട്. കമോൺ. ആ പാവാട കൊടുത്ത് എന്റെ ദൈവമേ. പോട്ടെ ഇനി അല്പം കൂടെ പോട്ടെ. ഇനി വാ ഇനി. അയ്യോ എടുക്കേണ്ട സാധനത്തെ ചവിട്ടി നിൽക്കണേ. ഇരുന്ന കൊമ്പ് മുറിക്കുന്ന കുട്ടി. ഈശ്വര അടിമാലി ഫ്രണ്ട് വെച്ചിട്ട് നീക്ക്. ഇനി രണ്ട് കൈ കൊണ്ട് പൊക്കോട്. രണ്ട് കൈ കൊണ്ട് തിരിഞ്ഞ്. നീ വലിക്കടി. ബാക്കിലേക്ക് വലിക്കും. അണ്ണാ കുറച്ച് കേറ്റിയിടാൻ. റിനി അത് പൊക്കറിനി. ബാക്കിലേക്ക് വലിക്കടി. ബാക്കിലേക്ക് വലി. ബാക്കിലേക്ക് വലി. കുറച്ച് ഫ്രണ്ട് കൂടി വലി. രണ്ടെണ്ണം തീർന്ന്. ബാക്കിലേക്ക് വലി. ഇതിൽ വെച്ച പാടാണ്. ഈ വഴി എടുക്കാൻ പറ്റോ? വലി ഫ്രണ്ടിലേക്ക്. അയ്യോ ഇത് വലിച്ചോടി. റിനി വലി. റിനി വലി. ഫ്രണ്ടിലേക്ക് വലി. ബാക്കിലേക്ക് വലിക്കടി. അനു ബാക്കിലെ ഒറ്റ പ്രാർത്ഥന ഇടുമ്പോ കേറ്റി. നീ ഒന്നാണോ വാ. ചേട്ടനും അതുപോലെ റിനി ഇറങ്ങിയിരിക്കുന്നു. അടുത്ത രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു. വേർക്കുന്നേ ഇറക്കണം. അത് വലിച്ച ഒരു സൈഡിൽ നിൽക്കണേ എല്ലാവരും. എന്നെ തല്ലു കൊള്ളിക്കാനായിട്ട് വന്നേക്കോണോ? അത് ഫോർട്ട് കൊച്ചിന്ന്. അവൻ ഗെയിം പറയുമ്പോ നീ റിനിയുടെ വായിൽ നോക്കി നിൽക്കും. എന്നിട്ട് അടി ഞാൻ കൊള്ളുകയും ചെയ്യണം. ഇനി ബാക്കിലേക്ക് വലിക്കും. ഇനി ബാക്കിലേക്ക് അടിയെ വലിക്കാം. റിനീനെ മോഹിച്ച് നടക്കുന്നവനെ നീ വലി. വലിച്ചിട്ടോ ഇട്ടോ.
എല്ലാ അർത്ഥത്തിലും ആവോളം അതിനകത്ത് നിൽക്കുന്നു. എടാ, ലൈറ്റ് കുലുക്കല്. സുചേട്ടാ ശശാങ്ക അകത്തിയിട് കുറച്ച്. അനു പിന്നെ കള്ളത്തടിയുടെ പണിക്ക് പോയേക്കണോണ്ട് ഇത് എളുപ്പം നമുക്ക് എളുപ്പമാണ്. എന്റെ ശശാങ്ക ടീമേ എടാ കൊരങ്ങൻ ബിനീഷേ ആദ്യത്തിന് വലിച്ചിരുന്ന ടീമേ പാന്റ് കയറ്റിയിടൂ. ഇതിനകത്ത് ഗെയിം മതി, അടൻസൊള്ളി വേണ്ട. പാന്റ് കയറ്റിയിടാൻ. നടുവേന എടുക്കണം. നിന്റെ നഗ്നത കാണിച്ചാൽ ഈ സംഭവം വൈറലാവില്ലടാ. ഓ എന്റെ ദൈവമേ, ടീം പെട്ടു. ടീമായിട്ട് കുലുക്ക. എടാ ഞാൻ ആ ഐറ്റം കളിച്ചുള്ള കത്തി ഇവിടെ ഇരിപ്പുണ്ടോടാ. എടാ കൊരങ്ങൻ ശശാങ്ക, നീ എന്താടാ കാണിക്കണേ? എന്റെ കുടുംബം വഴിയാധാരായി പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. സമയമുണ്ട്. നിരക്കല്ലേ തല കുത്തിക്കുമ്പോ നിരക്കല്ലേ. നോക്കി തല കൺസെഷൻ തന്നു കൊണ്ട് അനുപാതി നിങ്ങൾ ലാസ്റ്റ് കളിക്കാൻ ഇറക്കിയ തുറുപ്പ് ചീട്ട് കിടുക. ഇനി അല്പനേരം കലാഭവന്റെ സംഘാടനം കാണാം. ഇത് പിടിക്കുന്നോടെ. ചേട്ടാ നമ്മൾ പൊട്ടിക്കാൻ പോവാണേ. അല്ലടാ കുറച്ച് കഴിഞ്ഞ് ഓടിച്ചാടാ അസിസേ, ഇതൊന്നും നടക്കണ കേസല്ല. ഒന്ന് മാറിയിരിക്കാവോ വഴിന്ന്? അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ഇവനെന്നാ മണ്ണെണ്ണപ്പാട്ട കക്കാൻ വന്നതാണോ? ആറാളും മേത്തേക്കിടും. അതെ, അവര് പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ മുമ്പ് ഞങ്ങൾ പൊട്ടിക്കണ്ടായിരുന്ന സാധനം. അതെ, നിങ്ങളുടെ ഗെയിം കണ്ടിട്ട് കണ്ടിരിക്കണവർക്ക് നിങ്ങളെ പൊട്ടിക്കാൻ തോന്നി. എന്നാ മോനെ പറ്റിയേ? തൊണ്ടവേദനയാണോ വയറുവേദനയാണോ ഞങ്ങള് എന്താ വേറെ- അവസ്ഥ? കരഞ്ഞു വെച്ചിരിച്ചിട്ടില്ലേ? കണ്ണീന്നുള്ള പക്ഷെ അലിയ നിന്റെ കോർഡിനേഷൻ രണ്ട് പ്ലേയേഴ്സ് അസാധ്യം. എടാ വേറെ കാര്യമുണ്ട്. എന്താ ഇതൊരു കോമഡി ഷോയാ. ഞങ്ങൾ ഇതിന്റെ തനിമ കാത്തു സൂക്ഷിച്ചു. നിങ്ങൾ കള്ളക്കളി കളിച്ചു. നീ ഫസ്റ്റ് കോമഡി അല്ലല്ലോ കാണിച്ചത്, സീരിയസ് അല്ലേ കാണിച്ചത്? ഈ അടുത്ത എപ്പിസോഡ്സ് വെച്ച് നോക്കുമ്പോ ഇത്രയും നമ്മളെല്ലാരും സത്യം പറഞ്ഞ വയറ്റിലും നീര് വീണോ? വയറ് വേദനിച്ച് ചിരിച്ചിട്ട് എനിക്ക് തോന്നുന്നു സംഗീതം എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. കാരണം ആ മികവ് വെച്ചിട്ട് ആ പേര് തന്നെ അദ്ദേഹത്തെ മിസ്റ്റർ നമ്മൾ എടുത്ത് വിളിക്കണം. മിസ്റ്റർ സംഗീത്. എന്താ സംഭവം? അയ്യോ ശശാങ്കൻ ചേട്ടൻ ശശാങ്കന്റെ ഒഫീഷ്യൽ നെയിം സംഗീത് എന്നാ. ഈ ടീമിന്റെ അച്ചാർ ഇടുന്നുണ്ട്. നേരത്തെ വേണമെന്നുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യണം. ഇവനെ പുറത്തു വിടൂല, ഞാൻ അച്ചാർ ഇടാൻ പോവാ. സംഗീത് സംഗീത് എനിക്ക് തോന്നുന്നു അതിന്റെ മുകളിൽ നിന്ന് തന്നെ സംസാരിക്കായിരിക്കും താങ്കൾക്ക് നമ്മുടെ ഒരു ആദരവ് എന്നുള്ള രീതിയിൽ. അല്ല നമ്മളല്ല, നിങ്ങൾ രണ്ടും മാത്രം. സുഹൃത്തെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ വള്ളം തള്ളിക്കയറ്റി തള്ളിക്കയറ്റിയത് അതാണ് തോൽവിയുടെ ആദ്യത്തെ കാരണം. അല്ലേ അപ്പോഴത്തേക്കും അവർ തുടങ്ങി, അവർ പകുതിവരായി. സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറ്റാ. എന്റെ അടുത്ത് ടീം വന്നിട്ട് പറഞ്ഞു കളി തുടങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് നിങ്ങളായിട്ട് ഇറങ്ങണ. ഞാൻ പറഞ്ഞു ഞാനും അനു ഞാനും ശശാങ്കനാണല്ലോ, കളി മുറുകൂന്ന്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആത്മാർത്ഥത്തോടെ നമ്മൾ ചെയ്തില്ലേ? ഞാൻ ആത്മാർത്ഥതയുടെ നെല്ലിപ്പലക കണ്ട് ഞാൻ ചിരിച്ചു. അയ്യോ എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ടൊരു ഗെയിം ഞാൻ ഇവിടെ വന്നു അഭിമാനിക്കാളെ ആഹ്ലാദിപ്പിൻ. അടിപൊളി അടിപൊളി. അല്ല നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വിജയിച്ചാൽ മതി അല്ലേ? എവിടെ ശശു പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ടീം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെക്കുമ്പോ തോറ്റാലും കുഴപ്പമില്ല, സത്യസന്ധത അത് വിട്ടൊരു കളിയില്ല. ക്യാമറ ഇരിക്കുമ്പോ അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? അല്ലല്ല, സത്യസന്ധമായിട്ട് കളിക്കണം. അതെ അതെ അതെ, ജെനുവിനായിട്ട് കളിക്കാൻ ശ്രമിച്ചു. ബെസ്റ്റ് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന്. ലാസ്റ്റ് ഞാൻ ഓർക്കണം ഇവൻ എന്നാ ചെയ്യണ്ടെന്നാ ഞാൻ. ടീമേ എന്തേലും പറ ടീമേ. അപ്പൊ പറയാൻ പോണേ ഇതായിരിക്കും,
എന്റെ കുഴപ്പമില്ല, എന്റെ കൂടെ കളിച്ച പാർട്ട്ണറിന്റെയും എന്റെ ക്യാപ്റ്റന്റെയും കുഴപ്പമാണ്. ഇത്രയും നാള് ഈ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ഇന്നാണ് ബിനീഷ് പൊളിച്ചത്. മതി ഞങ്ങൾക്കത് മതി. ആ ഗെയിം പൊളിച്ചത് അതെന്റെ ഞാൻ നേരത്തെ ഗെയിം പൊളിച്ചിട്ടുണ്ട്. അതെന്റെ ക്യാപ്റ്റന്റെ മിടുക്കാണ്. അല്ല ലക്ഷ്മി വേറൊരു കേസുണ്ട്. ബാക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവ ഇട്ട് തരണ്ടേ, ഇവ ഇതിനകത്ത് കയറി നിന്ന് വള്ളം കളിക്കാണ്. ബിനിച്ചേട്ടൻ പറഞ്ഞേ നല്ല കളിക്കാറിയാവുന്നവർ ലാസ്റ്റ് ഇറങ്ങിയാവെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ശേഷം അങ്ങനെ തുറപ്പിട്ടാക്കി വെച്ചായിരുന്നു.